Hello everyone, welcome back to our English class. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സ്നേക്ക് ആൻഡ് മിറർ ആൻഡ് ഇറ്റ്സ് റിട്ടൺ ബൈ ദ ഫേമസ് മലയാളം റൈറ്റർ വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ വിശ്വവിഖ്യാതനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതാണ് നമ്മളിതിലേക്ക് ഇനി നോക്കാൻ പോകുന്നത്. ഹോമിയോപ്പത്ത്, നമുക്കറിയാം നമ്മുടെ ഈ കഥയിലെ സെൻട്രൽ ക്യാരക്ടർ ആണ് ഹോമിയോപ്പത്ത് എന്നുള്ളത്. ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് മിറർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വർ ഡിസ്കസിങ് അബൌട്ട് സ്നേക്സ്. അപ്പോൾ നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ്, നമ്മുടെ സെൻട്രൽ ക്യാരക്ടറായ ഹോമിയോപ്പത്തും അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഡിസ്കഷൻ ആണ്. ആൻഡ് ദ ടോപ്പിക് ഓഫ് ദ ഡിസ്കഷൻ വാസ് സ്നേക്ക്. അല്ലെ, എന്തായിരുന്നു അവരുടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത്? പാമ്പുകളായിരുന്നു, സ്നേക്സ് ആയിരുന്നു അല്ലെ. Okay, the story starts with the question, has the snake ever coiled itself round any part of your body? നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു ക്വസ്റ്റിനോട് കൂടിയാണ്. നിങ്ങളുടെ ഏതെങ്കിലും ബോഡി പാർട്ടിൽ ഒരു കോബ്ര അല്ലെങ്കിൽ ഒരു പാമ്പ് നിങ്ങളെ ചുറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹോമിയോപ്പത്ത് അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ഒരു കഥ പോലെ പറയുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസിലേക്കാണ്. അതാണ് നമ്മുടെ ഈ കഥയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതും. He had just set up his medical practice. His earnings were meager. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ സ്നേക്ക് എക്സ്പീരിയൻസ് ഹോമിയോപ്പത്തിന്റെ ലൈഫിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം ജസ്റ്റ് മെഡിക്കൽ സെറ്റപ്പ് അല്ലെങ്കിൽ ആ മെഡിക്കൽ പ്രാക്ടീസ് ഒക്കെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിസ് ഏർണിങ്സ് വർ മീഗർ, അതായത് അദ്ദേഹത്തിന്റെ സമ്പാദ്യം വളരെ തുച്ഛമായിരുന്നു. ഹി വാസ് സ്റ്റേയിങ് ഇൻ എ റെന്റഡ് റൂം വിച്ച് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് ആൻഡ് ഹാഡ് എ ടൈൽഡ് റൂഫ്. അതായത് എന്താണ്, ഒരു വാടക റൂമിലാണ്, അതും ഇലക്ട്രിഫൈഡ് അല്ലാത്ത, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു വാടക റൂം. അതിന്റെ റൂഫ് എന്ന് പറയുന്നത് ഓടിട്ടൊരു റൂഫാണ്. അങ്ങനെയുള്ള ഒരു വാടക മുറിയിലാണ് നമ്മുടെ ഹോമിയോപ്പത്ത് ജീവിക്കുന്നത്. ആൻഡ് there were lots of rats in his room. അദ്ദേഹം താമസിക്കുന്ന ആ മുറിയിൽ എലിയുടെ ശല്യം അതിഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു. It was a hot summer night about 10 o'clock. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു ഹോട്ട് സമ്മർ നൈറ്റിലാണ്. അറൗണ്ട് ഒരു 10 o'clock ആയി കഴിഞ്ഞ സമയത്താണ് നമ്മുടെ ഹോമിയോപ്പത്ത് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്നത്. He prepared his bed and tried to go to sleep but couldn't sleep. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അറൗണ്ട് ഒരു 10 o'clock ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോമിയോപ്പത്ത് അദ്ദേഹത്തിന്റെ ആ ഇലക്ട്രിഫൈഡ് അല്ലാത്ത ആ റെന്റഡ് റൂമിലേക്ക് വരുന്നു. അവിടെ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. വൈ? ബിക്കോസ് ഏതാണ് സമയം എന്ന് പറഞ്ഞത്? ഏതാണ്? ഹോട്ട് സമ്മർ നൈറ്റ് ആണല്ലോ, അത്രയും ചൂട് പിടിച്ച ഒരു രാത്രിയായിരുന്നു അത്. He got up and sat on a chair and tried to read the books, the Materia Medica. അപ്പോൾ അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയ മെഡിക്ക, ഹോമിയോപ്പതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ബുക്കാണ് മെറ്റീരിയ മെഡിക്ക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ബുക്ക് വായിക്കാം അല്ലെങ്കിൽ എന്ന് കരുതി മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ബുക്ക് മേശപ്പുറത്ത് എടുത്ത് വെച്ച് അദ്ദേഹം വായിക്കാൻ തുടങ്ങുന്നു. There was a large mirror on his table. He looked into the mirror. Large mirror on his table. He looked into the mirror and take some decisions to increase his beauty. അതായത് ആ ബുക്ക് വായിക്കാനായിട്ട് മേശപ്പുറത്ത് ഇരുന്നപ്പോഴാണ് ആ മേശപ്പുറത്ത് വളരെ വലിയൊരു മിറർ ഇരിക്കുന്നു, അതിനരികിൽ ഒരു കോമ്പ് ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളാണെങ്കിൽ പോലും നമ്മുടെ അരികിൽ ഒരു മിറർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് നോക്കി പോകും അല്ലെ. അപ്പൊ ഇവിടെയും നമ്മുടെ ഹോമിയോപ്പത്ത് ചെയ്തത് അതാണ്. ബുക്ക് വായിക്കാൻ കണക്കാക്കിയിരുന്ന അദ്ദേഹം ആ ബുക്ക് മടക്കി വെച്ചിട്ട് അവസാനം മിററിലേക്ക് നോക്കാൻ തുടങ്ങി അല്ലെ. അവിടെ ഇരിക്കുന്ന ചീപ്പൊക്കെ എടുത്ത് തന്റെ മുടിയൊക്കെ കീറി നല്ല ലുക്കൊക്കെ ആക്കിയിട്ട് പിന്നെ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് അദ്ദേഹം ഡിസിഷൻസ് എടുക്കാണ്. തന്റെ ആ ഒരു ഹാൻഡ്സംനെസ് അല്ലെങ്കിൽ തന്റെ ആ ഒരു ബ്യൂട്ടി എത്രത്തോളം കൂട്ടാൻ പറ്റുന്നോ ആ രീതിയിലേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അദ്ദേഹം എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ആ 3 ഡിസിഷൻസ് എന്നുള്ളത്. He decided to shave daily. So the first decision അദ്ദേഹം എടുക്കുന്ന, നമ്മുടെ ഹോമിയോപ്പത്ത് എടുക്കുന്ന ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് he decided to shave daily. എല്ലാ ദിവസവും ഷേവ് ചെയ്യുക. ആൻഡ് the second one was
ഗ്രോ എ തിൻ മൊസ്റ്റാഷ്, ഒരു പൊടിമീശ വളർത്തുക എന്നുള്ളതായിരുന്നു. ആൻഡ് ദ തേർഡ് വൺ ഈസ് അത് ഇമ്പോർട്ടന്റ് എന്നതിനേക്കാൾ ഉപരി ഇറ്റ് വാസ് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ എന്ന് പറയാം അല്ലെ. അതായത് ഇമ്പോർട്ടന്റിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എർത്ത് ഷേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ ആണ് അദ്ദേഹം മൂന്നാമതായിട്ട് എടുക്കുന്നത്. എന്താണ്, ഓൾവേസ് കീപ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. അദ്ദേഹം എപ്പോഴും മുഖത്ത് എന്ത് കൊണ്ട് നടക്കുന്ന പറയുന്നത്, ഒരു അട്രാക്റ്റീവ് സ്മൈല് കൊണ്ട് നടക്കുന്നതാണ് പറയുന്നത് അല്ലെ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മിററിൽ നോക്കിയിട്ട് നമ്മുടെ ഹോമിയോപതി സെൻട്രൽ ക്യാരക്ടർ എടുക്കുന്ന 3 ഡിസിഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നമുക്ക് നോക്കാം. ഡിസൈഡഡ് ടു ഷേവ് ഡെയിലി, ടു ഗ്രോ തിൻ മൊസ്റ്റാഷ് ആൻഡ് ഓൾവേസ് കീപ് ആൻ attractive smile on his face. Okay ആണല്ലോ. Okay. He heard strange sound from the roof, but he didn't pay any attention because it was a familiar sound. അപ്പോൾ ഈ കണ്ണാടിയിൽ നോക്കി ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, മുടിയിരുന്ന സമയത്തൊക്കെ നമ്മുടെ ഹോമിയോപത്ത് റൂഫിൽ നിന്ന്, മുകളിൽ നിന്ന് ചില സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ബട്ട് ഹോമിയോപത്ത് വാസ് നോട്ട് സച്ച് മച്ച് അറ്റൻഷൻ. അതായത് എന്താ പറയാ, അത്ര അറ്റൻഷൻ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഹോമിയോപത്ത് കൊടുക്കുന്നില്ല. വൈ? ബിക്കോസ് ഇറ്റ് വാസ് എ ഫെമിലിയർ സൗണ്ട്. നമ്മുടെ ഹോമിയോപത്തിനെ സംബന്ധിച്ചിട്ട് ആ കേൾക്കുന്ന സൗണ്ട് എന്തായിരുന്നു, ഒരു ഫെമിലിയർ സൗണ്ട് ആയിരുന്നു. ആൻഡ് ഹി വാസ് തിങ്കിങ് അബൌട്ട് ഹിസ് മാരേജ്. അപ്പൊ ആ സൗണ്ടിന് വലിയ അറ്റൻഷൻ ഒന്നും കൊടുക്കാതെ പിന്നീട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഇത്ര നേരം അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ബ്യൂട്ടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിസിഷൻസ് എടുത്തുവെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാരി ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളാണ്. ഓക്കെ, നമ്മുടെ ഹോമിയോപത്ത് മാരി ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ നമുക്ക് നോക്കാം. ഹി വാസ് തിങ്കിങ് അബൌട്ട് ഹിസ് മാരേജ്. ഹി വാണ്ടഡ് ടു മാരി എ വെൽത്തി വുമൺ ഡോക്ടർ വിത്ത് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് എങ്ങനെയുള്ള ലേഡിയെയാണ് നമ്മുടെ ഹോമിയോപത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? എ വെൽത്തി വുമൺ ഡോക്ടർ വിത്ത് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. എന്തായിരിക്കണം? നല്ല അത്യാവശ്യം നല്ല സമ്പാദ്യം ഉള്ളതായിരിക്കണം. അതേപോലെ തന്നെ ലേഡി ഡോക്ടർ ആയിരിക്കണം. പിന്നെ എന്താണ്, നല്ല മെഡിക്കൽ പ്രാക്ടീസും അത്യാവശ്യം നല്ല പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വുമൺ ഡോക്ടറെ തന്നെ വേണം ആർക്ക് വിവാഹം കഴിക്കാനായിട്ട്? നമ്മുടെ ഹോമിയോപത്തിനെ വിവാഹം കഴിക്കാനായിട്ട്. He also wanted his wife to be a fat woman. അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ധനം ഉണ്ടാവണം, അതേപോലെ തന്നെ ഡോക്ടർ ആയിരിക്കണം, അത്യാവശ്യം നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ഇതിനെല്ലാത്തിനും പുറമെ ആ കെട്ടുന്ന പെണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞ ഒരു ഫാറ്റ് വുമൺ ആയിരിക്കണം, അത്യാവശ്യം നല്ല തടിയൊക്കെ ഉള്ള ഒരു പെണ്ണായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു ജെന്യുവിൻ റീസണും അദ്ദേഹം പറയുന്നുണ്ട്. നോക്കിയേ, ദ റീസൺ ബിഹൈൻഡ് ദിസ്, ഇഫ് ഹി മേഡ് സം സില്ലി മിസ്റ്റേക്സ് ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ ഹിം ആൻഡ് ക്യാച്ച് ഹിം. അതായത് കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് തല്ലി പിടിക്കുന്ന സമയത്ത്, സില്ലി മിസ്റ്റേക്സ് അദ്ദേഹം ചെയ്യുന്ന സമയത്ത് ഈ ഭാര്യ അദ്ദേഹത്തിന് പിന്നാലെ ഓടിച്ചെല്ലാനോ അദ്ദേഹത്തിനെ പിടിക്കാനോ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് എങ്ങനെയുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നു പറയുന്നത്, നല്ല വണ്ണുള്ള സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വണ്ണുള്ള സ്ത്രീകളാകുമ്പോൾ ഒരുപാട് നേരം ഓടാൻ പറ്റില്ല അല്ലെ. ഓടി കഴിയുമ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് കിതയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അത് അറിയാവുന്ന ഹോമിയോ ഡോക്ടർ അങ്ങനെ ഒരു ലേഡിയെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് തൻ്റെ മിസ്റ്റേക്സ് കൈയോട് പിടിക്കുമ്പോൾ തന്നെ ഓടിച്ചിട്ട് പിടിക്കാതിരിക്കുക എന്നുള്ള കാരണത്തോട് കൂടിയാണ്. Suddenly, he heard a dull thud sound and a fat cobra wriggled over the back of the chair and landed on his shoulder. അങ്ങനെ ആ പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു റബ്ബർ ട്യൂബ് കണക്ക് എന്തോ ഒന്ന് മുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പുറകിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. എന്താണെന്ന് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് എന്ത് പറ്റി? A fat cobra wriggled over the back of the chair and landed on his shoulder. എന്താ പറ്റിയത്? അദ്ദേഹത്തിന്റെ എന്താ പറയാ ഷോൾഡറിലേക്ക് അത്രയും വലിപ്പമുള്ള ഒരു വലിയൊരു ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞു അല്ലെ. ഇറ്റ് കോൾഡ് അറൗണ്ട് ഹിസ് ലെഫ്റ്റ് ആം ആൻഡ് സ്പ്രെഡ് ഹിസ് ഹുഡ് ജസ്റ്റ് 3 or 4 inches away from his face. അതായത് ഷോൾഡറിൽ ഇരുന്ന പാമ്പ് വേഗം പതിയെ എഴഞ്ഞ് അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ അല്ലെ ലെഫ്റ്റ് ആമിൽ എന്ത് ചെയ്യുന്നു? കോയിൽ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? ചുറ്റിപ്പിടിക്കും അല്ലെ. ഇങ്ങനെ ചുറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ഫേസിൽ നിന്ന് കൂടി വന്ന ഒരു 3-4 ഗ്യാപ്പിൽ മാത്രം, ഡിസ്റ്റൻസിൽ മാത്രം നമ്മുടെ ഈ കോബ്ര എന്ത് ചെയ്യണം? അതിന്റെ പത്തി ഇങ്ങനെ വിടർത്തി അദ്ദേഹത്തിന്റെ കൊത്താൻ കണക്കാക്കി ഇങ്ങനെ പത്തിയൊക്കെ വിടർത്തിയിരിക്കുകയാണ്. The homeopath sat like a stone image,
അതായത് പാമ്പ് ഒരു 3-4 ഇഞ്ച് അകലത്തിന് മരണം നോക്കിക്കൊണ്ട് പാമ്പ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഹോമിയോപ്പത്തിനെ. അപ്പോൾ നമ്മുടെ ഹോമിയോപാത്തിന് എന്താണ് അനങ്ങാനോ ഒന്ന് നല്ല രീതിയിൽ എന്താ പറയാ ബ്രീത്ത് എടുക്കാനോ ഒന്ന് കണ്ണടക്കാനോ പോലും സാധിക്കുന്നില്ല പേടിച്ചിട്ട്. അനങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ കോബ്ര അദ്ദേഹത്തെ എന്തായാലും കൊത്തും അല്ലെ. അപ്പൊ അദ്ദേഹം ഹി സാറ്റ് ലൈക്ക് എ സ്റ്റോൺ ഇമേജ്, ഒരു കൽ പ്രതിമ കണക്കെ നമ്മുടെ ഹോമിയോപ്പത്ത് ആ ചെയറിൽ അവിടെ ഇരുന്നു. ഓക്കെ, ഹി ഹാഡ് നോ മെഡിസിൻ ഇൻ ഹിസ് ഹാൻഡ്, ഹി വാസ് സോ ഫ്രൈറ്റൻഡ് ആൻഡ് പ്രേഡ് ടു ദ ഗോഡ്. അതായത് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, ഇനി ഇൻ കേസ് ഈ പാമ്പ് എങ്ങാനും കൊത്തിയാല് എന്ത് മെഡിസിൻ ആണ് ഞാൻ എടുക്കേണ്ടത്? അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു റെന്റഡ് റൂമില് യാതൊരു തരത്തിലെ മെഡിസിൻസും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ആദ്യമായിട്ട് അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന് പുച്ഛം തോന്നുന്ന അല്ലെങ്കിൽ ഒരു സ്വയം കളിയാക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കണ്ടത് നമ്മൾ. ഓക്കെ, ആൻഡ് ഹി വാസ് സോ ഫ്രൈറ്റൻഡ് ആൻഡ് പ്രേഡ് ടു ദ ഗോഡ്. അതായത് പാമ്പ് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റി ഒരു 3-4 ഇഞ്ച് അകലെ മരണത്തെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. അപ്പോ എന്താണ് നമ്മുടെ ഹോമിയോപ്പത്തിന് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്, ഈ പാമ്പ് എങ്ങാനും കൊത്തിയാലോ തന്റെ ജീവൻ നഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോ എന്നിട്ട് എന്താണ് ഉള്ളിന്റെ ഉള്ളില് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ആരെ വിളിച്ച് പ്രാർത്ഥിക്കാണ്? സകല ശക്തിയും എടുത്ത് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കഥയിൽ കാണാൻ സാധിക്കും. Suddenly, the snake saw its reflection in the mirror and left the doctor, crept onto the table and stayed in front of the mirror. The doctor jumped out of the room and ran towards the friend's house. എന്താ സംഭവിച്ചത്? അതായത് ഈ പാമ്പ് ഇങ്ങനെ ഇദ്ദേഹത്തിനെ കൊത്താൻ കണക്കാക്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അല്ലെ. നമ്മുടെ ഹോമിയോപ്പത്ത് ആണെങ്കിലോ അദ്ദേഹം സകല ശക്തി എടുത്ത് ദൈവത്തിനെ വിളിക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു കരച്ചിലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാർത്ഥനയും ദൈവം കേട്ടിട്ടുണ്ടാവാം എന്ന് നമുക്ക് കരുതാം. ആ പാമ്പ് അതിന്റെ ശ്രദ്ധ പെട്ടെന്ന് എന്തിലേക്ക് തിരിക്കുന്നത്? അതിന്റെ തല അത് പതിയെ ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ കഥയിൽ. അത് തല തിരിച്ചിട്ട് ആ പാമ്പ് എങ്ങോട്ടാണ് നോക്കുന്നത്? മിററിലേക്കാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ കണ്ണാടി നോക്കുന്ന ആദ്യത്തെ പാമ്പാണ് അത് എന്ന് നമ്മുടെ ഹോമിയോപ്പത്ത് പറയുന്നില്ല. പക്ഷേ തന്നെ കൊത്താനായിട്ട് അത്ര നേരം നോക്കി നിന്ന ആ കോബ്ര അതിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? മിററിലേക്കാണ്. ആൻഡ് ഇറ്റ് ലെഫ്റ്റ് ദ ഡോക്ടർ. അതിന് മിററിലേക്ക് നോക്കുന്ന നമ്മുടെ പാമ്പ് പതിയെ നമ്മുടെ ഹോമിയോപ്പത്തിനെ ചുറ്റിയിരിക്കുന്ന ആ ചുറ്റല് വിടിയിച്ച് അദ്ദേഹത്തിന്റെ ലാപ്പിലേക്ക് ഇറങ്ങി അവിടെ നിന്നും എങ്ങോട്ട് കയറുന്നു? ആ മേശപ്പുറത്തേക്ക് കയറുന്നു. crept on to the table and stayed in front of the mirror. ആ മിററിന് മുൻപില് ഇത്തിരി കൂടി ക്ലോസ് ആയിട്ട് തന്നെ മുഖം നോക്കി നിൽക്കുകയാണ് നമ്മുടെ പാമ്പ് അല്ലെ. തന്റെ കയ്യിൽ നിന്ന് പാമ്പ് എഴഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ജീവന് പേടിയുള്ള ആരെങ്കിലും അവിടെ ഇരിക്കുവോ? ഇല്ല. നമ്മുടെ ഹോമിയോപ്പത്തിന് ചെയ്യുന്ന അവിടുന്ന് വേഗം ചാടി ഇറങ്ങി നേരെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവാണ് അല്ലെ. അപ്പൊ ഈ കണ്ണാടിയിലേക്ക് പാമ്പ് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഹോമിയോപ്പത്ത് പറയുന്നുണ്ട്, അത്രയും നേരം മിററിൽ നോക്കി നമ്മുടെ ഹോമിയോപ്പത്ത് കുറെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതേപോലെ അതിന്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഡിസിഷൻസ് എടുക്കുകയായിരിക്കും എന്നാണ് ആര് പറഞ്ഞിരുന്നത്? നമ്മുടെ ഹോമിയോപ്പത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ചോദിക്കുന്നുണ്ട്, തന്നെ പോലെ മീശ വളർത്തണോ അല്ലെങ്കിൽ ഷേവ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും ആ പാമ്പ് ചിന്തിക്കുന്നത്. അതല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടണോ, മസ്കാര ഇടണോ, അല്ലെങ്കിൽ ഐഷാഡോ ഇടണോ എന്നൊക്കെ ആയിരിക്കോ ആ പാമ്പ് ചിന്തിക്കുന്നത്. അതായത് ചുറ്റിയിരിക്കുന്ന പാമ്പ് അത് ആണാണോ പെണ്ണാണോ എന്ന് ആർക്കറിയില്ല, നമ്മുടെ ഹോമിയോപ്പത്തിന് അറിയില്ല. പക്ഷേ ആ പാമ്പ് ഇപ്പോ ആരുടെ മേത്തില്ല? നമ്മുടെ ഹോമിയോപ്പത്തിന്റെ മേത്തില്ല. അതിപ്പോ എവിടെ ഇരിക്കുകയാണ്? ആ ടേബിളിൽ വെച്ചിട്ടുള്ള ആ മിററിന്റെ മുൻപിൽ അത് അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുകയാണ് അല്ലെ. അങ്ങനെ പാമ്പ് പോയതിന്റെ പിന്നാലെ നമ്മുടെ ഹോമിയോപ്പത്ത് തന്റെ ജീവൻ കയ്യിൽ പിടിച്ച് ആ റെന്റഡ് റൂമിൽ നിന്നും ഇറങ്ങി നേരെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസം he and his friends came back to his room to move his things from there. അതായത് ആ വീട്ടിൽ നിന്ന് ജീവന് പേടിയുള്ള ആരെങ്കിലും പിന്നെ ആ വീട്ടിൽ താമസിക്കുവോ? ഇല്ല അല്ലെ. ഏത് നിമിഷവും ഇതേപോലെ കോബ്രകള് ഇതേപോലെ കടന്നു വരാനുള്ള സാധ്യത പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം തന്റെ കൂട്ടുകാരനെയും കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് തന്റെ ആ മുറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഹോമിയോപ്പത്ത് തിരിച്ച് ആ വീട്ടിലേക്ക് വരുന്നു. ബട്ട് they saw that some thieves had removed everything from his room. അതായത് ആ ഇൻസ്പെക്ഷന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണ്? തന്റെ റൂമില് തൻ്റേതെന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ആ തലേ ദിവസം രാത്രിയിൽ കള്ളന്മാര് കയറി എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതായത് അദ്ദേഹം പാമ്പിനെ പേടിച്ച് ആ റൂമിൽ നിന്ന് വിട്ട് ഓടുന്ന സമയത്ത് ആ മുറി പൂട്ടാനായിട്ട് നമ്മുടെ ഹോമിയോപ്പത്ത് മറന്നു പോകുന്നു. രാത്രി കുറെ വൈകി ഹോമിയോപ്പത്തിന്റെ വീട്ടിലേക്ക് കുറച്ച് കള്ളന്മാര് കയറി അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നു. എല്ലാം എടുത്തോണ്ട് പോകുന്ന ആ കള്ളൻ അദ്ദേഹത്തിനെ കളിയാക്കാൻ കണക്കാക്കി ഒരു സംഭവം മാത്രം നമ്മൾ ഹോമിയോപ്പത്തിനെ കളിയാക്കാൻ വേണ്ടി ആ റൂമിൽ മാറ്റി
വെച്ചിരിക്കുന്നത് ഏതാണത്? അദ്ദേഹത്തിന്റെ ആ ഒരു മുഷിഞ്ഞ ബനിയൻ, ഇന്നർ ബനിയൻ. അത് മാത്രം എടുക്കാതെ ബാക്കി എല്ലാ സാധനങ്ങളും ആ കള്ളൻ അദ്ദേഹത്തിന്റെ റൂമിൽ നിന്നെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന ഈ കഥയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അല്ലെ. ഒന്ന്, അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, എന്താ പറയാ, സ്നേക്കുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നാണ്, ഏത് കാലഘട്ടത്തിലാണ്, ഏത് ടൈമിലാണ് നടന്നതെന്നുള്ളത്. ഇനി ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നുള്ളത്, അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ റൂമിന്റെ പ്രത്യേകത, അതേപോലെ തന്നെ അദ്ദേഹം എന്താ പറയാ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. അതിനുശേഷം ആ കണ്ണാടിയിൽ നോക്കി എടുക്കുന്ന 3 ഡിസിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ ഓർത്തിട്ടുണ്ടാവണം. അതിനുശേഷം കെട്ടാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങൾ, അതും നമ്മൾ കണ്ടു, അതും ഇമ്പോർട്ടന്റ് ആണ്. ആ ഇൻ ബിറ്റ്വീൻ, ഇതിനിടയിലാണ് എന്ത് സംഭവിക്കുന്നത്? അത്രയും വലിയൊരു കോബ്ര അദ്ദേഹത്തിന്റെ ഷോൾഡറിലേക്ക് വീഴുന്നതും അദ്ദേഹത്തിന്റെ കയ്യിൽ കോയിൽ ചെയ്ത് നിൽക്കുന്നതും അദ്ദേഹത്തിനെ കൊത്താൻ കണക്കാക്കി ഒരു 3-4 ഇഞ്ച് അകലെ, അദ്ദേഹത്തിന്റെ ഫേസിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് അകലെ അതിന്റെ ആ പത്തിയൊക്കെ വിടർത്തി അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോകുന്ന നമ്മുടെ ഹോമിയോപത്ത് നേരെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാര്യമായിട്ട് ഒന്നും തന്നെ കാണാനും പറ്റുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിൽ നിന്ന് ഇപ്പോൾ ലെറ്റർ ചോദിച്ചാലും, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഹോമിയോപത്തിന്റെ ഡയറി എൻട്രി ചോദിച്ചാലും നമുക്കറിയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കേണ്ട എല്ലാ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ കണ്ടത്. കറക്റ്റ് ആയിട്ട് മക്കൾ ഇത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, താങ്ക് യു.